വെൽക്കം ടു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഞാൻ ഹംറാസ് അഹമ്മദ്, ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത് സെക്കൻഡ് സെമസ്റ്ററിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്ന MDCയെ കുറിച്ച് സംസാരിക്കാനാണ്. MDC അഥവാ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ കോളേജിൽ സെക്കൻഡ് സെമസ്റ്ററിൽ MDC ഓഫർ ചെയ്യുന്നു. പേപ്പറിൻ്റെ പേര് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ആക്റ്റീവ് ലിവിങ്. പേപ്പറിൻ്റെ പേരിനെ പോലെ തന്നെ ആക്റ്റീവായി ജീവിക്കാൻ വേണ്ടി ഫിസിക്കലി നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പേപ്പറിൽ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും ഫിസിക്കലി ഫിറ്റായിരിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മളതിന് തയ്യാറെടുക്കുകയും ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അത് മുഴുവനാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഒരു ദിവസം നമ്മൾ നാളെ ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് ആഗ്രഹിക്കുന്നു. നാളെ തുടങ്ങും, 2 ദിവസം കണ്ടിന്യൂ ചെയ്യും, 3 ദിവസമാവാം, ചിലപ്പം ഒരാഴ്ച വരെ കണ്ടിന്യൂ ചെയ്യാം. അവിടെ അത് നിന്നു പോവാം. അതിനുശേഷം അതിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും? അത് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. എക്സസൈസുകൾ എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്ര സമയം ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, എൻ്റെ ശരീരത്തെ ആവശ്യമായ എത്ര എക്സസൈസാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എത്ര വയസ്സായി, ഈ വയസ്സിനനുസരിച്ച് ഞാൻ എത്രത്തോളം എക്സസൈസ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ല. അങ്ങനെയുള്ള ധാരണകളെ നിങ്ങൾക്ക് നൽകാനാണ് ഈ പേപ്പർ ഉദ്ദേശിക്കുന്നത്. ആക്റ്റീവായിട്ട് ജീവിക്കാൻ, നിങ്ങളുടെ ശരീരത്തെ ഫിസിക്കലി ഫിറ്റാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പേപ്പറിലേക്ക് വരാം. നമുക്ക് പഠിക്കാനുള്ളത് 5 മൊഡ്യൂളാണ്. ആദ്യത്തെ മൊഡ്യൂളിൽ ഏത് പേപ്പറായാലും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേപ്പറിലും ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ആദ്യത്തെ മൊഡ്യൂളിലുള്ളത്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണെന്നും ഫിസിക്കൽ എക്സസൈസ് എന്താണെന്നുള്ളതും ഫിസിക്കൽ ആക്ടിവിറ്റി എന്താണെന്നുള്ളതും കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നു. മാത്രമല്ല, ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വാമപ്പ്, വാം ഡൗൺ എന്നുള്ള കുറച്ച് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്ക് ആദ്യത്തെ മൊഡ്യൂൾ മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇത് എങ്ങനെയെല്ലാം ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണയും ആദ്യത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് നൽകുന്നു. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫിസിക്കൽ ഫിറ്റ്നസിനെ പഠിക്കുകയാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് എത്ര തരമുണ്ട്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്, ആ ടൈപ്സിൽ തന്നെ എത്ര തരം കമ്പോണൻസ് ഫിസിക്കൽ ഫിറ്റ്നസ്സിനുണ്ട്, ആ കമ്പോണൻസിൽ ഏതെല്ലാമാണ് നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാൻ അതിൽ ഏതൊക്കെ നമ്മൾ എടുക്കണമെന്നുള്ളതിനെ കുറിച്ച് ഒക്കെ കൃത്യമായി രണ്ടാമത്തെ മൊഡ്യൂളിൽ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റാവാൻ വേണ്ടി എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ ഇൻസൈഡ് ഫിസിയോളജിക്കലി നമ്മളെ ഫങ്ഷന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എഫക്റ്റ് ഓഫ് എക്സസൈസ് ഓൺ ഡിഫറെൻറ്റ് സിസ്റ്റംസ്. ദാറ്റ് മീൻസ് നമുക്ക് കൃത്യമായി പഠിക്കാനുള്ളത് 3 സിസ്റ്റമാണ്: കാർഡിയോവാസ്കുലർ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. ഈ 3 സിസ്റ്റത്തിലും നമ്മൾ ഫിസിക്കലി എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാം, ആ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്താൽ അത് നമുക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നതിനെക്കുറിച്ചാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് 4ാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. 4ാമത്തെ മൊഡ്യൂള് ഇതിലെല്ലാം പറയുന്ന കാര്യങ്ങളെ ഒന്ന് സംഗ്രഹിച്ചിട്ട് ഏതെല്ലാം സമയങ്ങളിൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതിരിക്കേണ്ടതുണ്ട്, എപ്പോഴെല്ലാം നമ്മൾ ഇതിനെ മാറ്റി നിർത്തേണ്ടതുണ്ട്, അതുപോലെ ഓരോ ഏജ് ആവുമ്പോഴും നമ്മൾ എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം
ഏതെല്ലാം ഫിസിക്കൽ എക്സസൈസിനെ നമ്മൾ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് 4ാമത്തെ മൊഡ്യൂൾ പറയുന്നത്. ഇത്രയുമാണ് 4 മൊഡ്യൂളുകളായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി 5ാമത്തെ മൊഡ്യൂളാണ്. ഇത് പ്രാക്ടിക്കൽ വേർഷനാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രാക്ടിക്കൽ സെഷൻസ്, അതിലെല്ലാ എക്സസൈസും ഉണ്ട്. മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എയറോബിക് ഡാൻസ്, സുംബ ഡാൻസ് ആൻഡ് സം ആസനാസ്. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഫിസിക്കൽ എക്സസൈസുകളെ രേഖപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയും ചെയ്യാം. അതിലേത് വേണമെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ആക്റ്റീവ് ലിവിങ് എന്ന പേപ്പറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫിസിക്കലി ഫിറ്റായി ആക്റ്റീവായിട്ട് എല്ലായ്പ്പോഴും നിൽക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.